ഗസ്റ്റ് റോൾ. ഒരു സിനിമയിലേക്ക് ഒരു ഗസ്റ്റ് റോൾ വരുന്നത് കഥയുടെ മർമ്മപ്രധാനമായ സ്ഥലത്തോ ട്വിസ്റ്റിലോ ഒക്കെ ആയിരിക്കും. സിനിമയിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിൻ്റെയും അതിഥി വേഷത്തിലെത്തുന്ന താരത്തിൻ്റെയും ഓഫ് സ്ക്രീൻ സൗഹൃദം വ്യക്തമാക്കുന്നതിനും ഇത്തരം ഗസ്റ്റ് റോൾസ് സഹായകമാകാറുണ്ട്. ഇതിനെല്ലാം ഉപരി ചിത്രത്തിൻ്റെ പ്രമോഷനും അതിഥി താരങ്ങളുടെ സാന്നിധ്യത്തിലൂടെ സാധിക്കും. ഒന്നോ രണ്ടോ രംഗങ്ങൾ, വളരെ ചുരുങ്ങിയ സ്ക്രീൻ സ്പേസിൽ നിന്നുകൊണ്ട് ഹരം കൊള്ളിക്കുന്ന ഡയലോഗുകൾ, അങ്ങനെ പ്രേക്ഷകനെ കയ്യിലെടുക്കാൻ അതിഥി താരങ്ങൾക്ക് നിമിഷങ്ങൾ മാത്രം മതി. മിക്കവാറും ചിത്രത്തിന്റെ അവസാന ഭാഗമായിരിക്കും ഇങ്ങനെ താരങ്ങളെ പരിചയപ്പെടുത്തുക. കഥ ശുഭപര്യാപ്തമായി അവസാനിച്ചാലും ഇല്ലെങ്കിലും സിനിമ കണ്ടിറങ്ങിയ കാഴ്ചക്കാരന്റെ അനുഭവത്തിൽ മുഴുനീള കഥാപാത്രത്തിനൊപ്പം നിമിഷ നേരത്തേക്ക് വന്നുപോയ ജനപ്രിയനായ ഈ താരവും ഇടം പിടിച്ചിരിക്കും. കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് കൂടുമാറി 5 പതിറ്റാണ്ടായി മലയാള സിനിമയിൽ സജീവമാണ് മമ്മൂട്ടി എന്ന നടൻ. തൻ്റെ അഭിനയസിദ്ധിയും സ്വരഗാംഭീര്യവും കൊണ്ട് ഓരോ കഥാപാത്രത്തിനും പൂർണ്ണത നൽകിയ മഹാനടൻ. 50 വർഷത്തിലധികമായി മമ്മൂട്ടി ചലച്ചിത്ര ലോകത്ത് മുൻനിരയിലെ ഇരിപ്പിടത്തിൽ തന്നെയുണ്ട്. പ്രധാന കഥാപാത്രങ്ങൾക്ക് പുറമെ അതിഥി താരമായി എത്തിയും നിരവധി തവണ മമ്മൂട്ടി ആരാധക ഹൃദയം കീഴടക്കിയിട്ടുണ്ട്. സിനിമയുടെ ഗതി തന്നെ മാറ്റിയ ചിത്രങ്ങളായിരുന്നു അവയിലേറെയും. അങ്ങനെ നല്ലതും മോശവുമായ 10 സിനിമകൾ, മമ്മൂട്ടി ചെയ്ത 10 വ്യത്യസ്ത ഗസ്റ്റ് റോളുകൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു ഫിൽമി ടോക്സ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 1. നന്ദഗോപാൽ മാരാർ, നരസിംഹം. പ്രേക്ഷകർ ഒത്തിരി ആസ്വദിച്ച, കയ്യടിച്ച, ആർപ്പുളിച്ച, തിയേറ്ററുകളിൽ ആറാടിയ ചിത്രങ്ങളിൽ ഒന്നാണ് ഷാജി കൈലാസ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ നരസിംഹം. പ്രത്യേകിച്ച് മോഹൻലാൽ ഫാൻസിന്. ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട സമയത്ത് രംഗപ്രവേശം ചെയ്ത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഫാൻസ് ഭേദമില്ലാതെ സകല പ്രേക്ഷകരുടെയും കയ്യടി വാങ്ങിക്കൂട്ടിയ കഥാപാത്രമായിരുന്നു മമ്മൂട്ടിയുടെ നന്ദഗോപാൽ മാരാർ. ഒരുപക്ഷെ മലയാള സിനിമയിലെ ഏറ്റവും കരുത്തുറ്റ അതിഥി വേഷങ്ങളിൽ ഒന്ന് എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന ഫയർ പെർഫോമൻസ്. മാരാർ ഇരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും പോലുള്ള കിണ്ണം കാച്ചിയ ഡയലോഗുകൾ തിയേറ്ററിൽ വൻ ഓളമാണ് സൃഷ്ടിച്ചത്. രണ്ടാം പകുതി എഴുതി കഴിഞ്ഞപ്പോഴാണ് നന്ദഗോപാൽ മാരാർ എന്ന കരുത്തനായ കഥാപാത്രത്തെ ആരവതരിപ്പിക്കുമെന്ന ചിന്ത വന്നത്. സുരേഷ് ഗോപിയെ അടക്കം പല താരങ്ങളെയും ആ വേഷങ്ങളിൽ ചിന്തിച്ചു. ഒടുവിൽ മമ്മൂട്ടിയിലെത്തുകയായിരുന്നു എന്നാണ് ഒരു അഭിമുഖത്തിൽ ഷാജി കൈലാസ് പറഞ്ഞത്. ചിത്രത്തിലെ അടിപൊളി കോടതി രംഗങ്ങളും ക്രോസ് വിസ്താരവും ഷാലെ റിമൈൻഡ് യു സംതിങ് പോലുള്ള ഇംഗ്ലീഷ് ഡയലോഗുകളും വലിയ ചന്ദനാദി എണ്ണയും ഒക്കെ മിനിറ്റുകൾക്കുള്ളിൽ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചു. ഇന്നും മലയാള സിനിമയിലെ മികച്ച ഗസ്റ്റ് റോളുകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ മാരാറിയിരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. 2. ബാലചന്ദ്രൻ, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് 1986 പുറത്തിറങ്ങിയ ചിത്രമാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. മോഹൻലാൽ, സീമ, ശ്രീനിവാസൻ, തിലകൻ, ഇന്നസെന്റ്, KPS ലളിത, സുകുമാരി തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അഭിനയിച്ചു. ചിത്രത്തിൽ നഴ്സറി ടീച്ചറായി എത്തുന്ന സീമയുടെ നിർമ്മല എന്ന കഥാപാത്രത്തിന്റെ ഭർത്താവായാണ് മമ്മൂട്ടി സ്ക്രീനിലെത്തുന്നത്. ബാലചന്ദ്രൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ചിത്രത്തിന്റെ തുടക്കം മുതൽ തന്നെ ദുബായിൽ ജോലി ചെയ്യുന്ന ബാലചന്ദ്രനെ കുറിച്ച് പലരും പറയുന്നുണ്ടെങ്കിലും സിനിമയുടെ അവസാന 10 മിനിറ്റിലാണ് ബാലചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നത്. സീമയെയും മോഹൻലാലിനെയും കുറിച്ച് കോളനിയിലെ സദാചാര കമ്മിറ്റിക്കാർ ഓരോന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ച് ആദ്യം ഭാര്യയെ വഴക്കു പറയുകയും പിന്നീട് സദാചാരക്കാരോടായി പോരെ, നിങ്ങൾക്കൊക്കെ സന്തോഷമായില്ലേ, ഇനി എല്ലാവരും അവരുടെ വീട്ടിലേക്ക് ചെന്നാട്ടെ എന്ന് പറയുന്ന സീനൊക്കെ എന്ത് കിടുവായിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പിന്നീട് നായക കഥാപാത്രമായ മോഹൻലാലിന് വേണ്ടി തിലകനോട് സംസാരിക്കുന്നതും ഒടുവിൽ അയാളെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നതും മമ്മൂട്ടിയുടെ ബാലചന്ദ്രൻ തന്നെയാണ്. മമ്മൂക്ക ചെയ്ത ഗസ്റ്റ് റോളുകളിൽ ഏറ്റവും മികച്ച ഒരു പ്രകടനം തന്നെയായിരുന്നു ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ ബാലചന്ദ്രൻ. 3. ഗോപിനാഥ്, കയ്യെത്തും ദൂരത്ത്. ഫഹദ് ഫാസിലിനെ നായകനാക്കി അച്ഛൻ ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് കയ്യെത്തും ദൂരത്ത്. നിഖിത, സുധീഷ്, രേവതി, സിദ്ദിഖ്, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ അനീഫ, ജനാർദ്ദനൻ എന്നിങ്ങനെ ഒത്തിരി അഭിനേതാക്കൾ ഈ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ടായിരുന്നു. ഫഹദ് ഫാസിലിന്റെ അരങ്ങേറ്റ ചിത്രമായ കയ്യെത്തും ദൂരത്ത് അനിയത്തിപ്രാവ് പോലെ എന്തൊക്കെയോ ചെയ്യാൻ ഫാസിൽ ശ്രമിച്ചൊരു സിനിമയായിരുന്നു. മമ്മൂട്ടിയും ഈ ചിത്രത്തിൽ ഒരു അതിഥി വേഷത്തിലെത്തിയിരുന്നു. ഒരു വക്കീലായാണ് താരം സിനിമയിലെത്തിയത്. ഗോപിനാഥ് എന്നായിരുന്നു കഥാപാത്രത്തിന്റെ പേര്. പുതുമുഖങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തിന് ഒരു പ്രൊമോഷനും ബൂസ്റ്റിങ്ങും ഒക്കെ ലഭിക്കാൻ വേണ്ടിയാണ് മമ്മൂക്കയെ ഒരു അതിഥി താരമായി ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ മമ്മൂക്കയുടെ ഗസ്റ്റ് റോളിനൊന്നും സിനിമയെ രക്ഷിക്കാനായില്ല.
4. അശോക് രാജ്, കഥ പറയുമ്പോൾ. ശ്രീനിവാസന്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവയിൽ ഒരുങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നാണ് 2007 പുറത്തിറങ്ങിയ കഥ പറയുമ്പോൾ. എം മോഹനായിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ. ഇന്നസെന്റ്, മീന, ശ്രീനിവാസൻ, മുകേഷ്, ജഗദീഷ്, സലിംകുമാർ തുടങ്ങി വൻ താരനിര അണിനിരുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും അതിഥി വേഷത്തിലെത്തിയിരുന്നു. അതിഥി വേഷം എന്ന് പറയുമ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകും, ഇത് മമ്മൂക്കയുടെ പടം തന്നെ അല്ലേ എന്ന്. അതുതന്നെയാണ് ആ മഹാനടന്റെയും ആ കഥാപാത്രത്തിന്റെയും ഒക്കെ ശക്തി. ആ സിനിമയിൽ ആകെ 10 മിനിറ്റോളമേ മമ്മൂക്ക സ്ക്രീനിൽ വരുന്നുള്ളൂ. എന്നാൽ ആ നിസ്സാര സമയം കൊണ്ട് അദ്ദേഹം സിനിമ തന്നെ തൻ്റേതാക്കി തിരിച്ചൊരു പോക്ക് പോകും. അശോക് രാജ് എന്ന കഥാപാത്രത്തെയാണ് താരം ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ഒരുമിച്ച് സ്കൂളിൽ പഠിച്ച ബാലനും അശോക് രാജും തമ്മിലുള്ള കുട്ടിക്കാലത്തെ ബന്ധമാണ് ചിത്രത്തിന്റെ കോർ എലമെന്റ്. വർഷങ്ങൾക്ക് ശേഷം ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി മമ്മൂട്ടിയുടെ അശോക് രാജ് മേലുകാവ് എന്ന ഗ്രാമത്തിലേക്ക് വരുന്നു. ഗ്രാമത്തിൽ ഒരു ബാർബർ ഷോപ്പ് നടത്തുകയാണ് നമ്മുടെ ബാലനും അശോക് രാജും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ പിന്നീട് ഗ്രാമത്തിലാകെ പരക്കുന്നതും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ചിത്രത്തിന്റെ അവസാന ഭാഗത്തുള്ള അശോക് രാജും ബാലനും തമ്മിലുള്ള രംഗങ്ങളൊക്കെ ഇന്നും നമ്മുടെ കണ്ണു നിറയ്ക്കും. മമ്മൂക്കയുടെ ഡയലോഗ് ഡെലിവറിയും ഉഗ്രൻ പ്രകടനവും ഒക്കെ കൊണ്ട് മലയാളത്തിലെ ഏറ്റവും മികച്ച ക്ലൈമാക്സുകളിൽ ഒന്നാകുന്നുണ്ട് കഥ പറയുമ്പോൾ. പിന്നീട് തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും ഒക്കെ റീമേക്ക് ചെയ്തെങ്കിലും ആർക്കും മമ്മൂക്കയുടെ ലെവലിലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ടില്ല. ഇന്ത്യയിലെ തന്നെ സൂപ്പർ താരങ്ങളായ രജനികാന്തും ഷാറുഖ് ഖാനും ഒക്കെ അഭിനയിച്ച ഈ സിനിമകളുടെ ക്ലൈമാക്സ് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ മമ്മൂക്കയുടെ റേഞ്ച് എന്താണെന്ന്. 5. ക്യാപ്റ്റൻ. പ്രജേഷ് സെന്നിന്റെ സംവിധാനത്തിൽ 2018 റിലീസായ ചിത്രമാണ് ക്യാപ്റ്റൻ. ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന മലയാളി VP സത്യന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയത് ജയസൂര്യയായിരുന്നു. അനുസിത്താര, സിദ്ദിഖ്, രഞ്ജി പണിക്കർ, സൈജു കുറുപ്പ് തുടങ്ങിയവർക്കൊപ്പം മമ്മൂട്ടിയും ഈ ചിത്രത്തിൽ ഒരു സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയായി തന്നെയാണ് അദ്ദേഹം ക്യാപ്റ്റനിൽ അഭിനയിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് ഒരു വിമാനത്താവളത്തിൽ വെച്ച് VP സത്യനെ നേരിട്ട് കാണാനിടയായ മമ്മൂട്ടി അന്നത്തെ ആ കൂടിക്കാഴ്ചയിൽ VP സത്യനോട് നേരിട്ട് പറഞ്ഞ വാക്കുകൾ അതേ രീതിയിൽ തന്നെ സംവിധായകൻ സിനിമയിൽ ആവിഷ്കരിക്കുകയായിരുന്നു. 6. മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു. ശ്രീനിവാസന്റെ തിരക്കഥയിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം 1986 പുറത്തിറങ്ങിയ മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന ചിത്രത്തിൽ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മോഹൻലാലിനൊപ്പം ശ്രീനിവാസനും ലിസിയുമായിരുന്നു. ജഗതി, കുതിരവട്ടം പപ്പു, മണിയമ്പിള്ള രാജു, ബഹദൂർ, ജഗദീഷ്, മുകേഷ്, സുകുമാരി എന്നിങ്ങനെ വലിയൊരു താരനിര കൂടി അണിനിരുന്നതോടെ മലയാളത്തിലെ മികച്ച കോമഡി കുടുംബ ചിത്രമായി ഇത് മാറി. എന്നാൽ ഈ സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ടെന്ന് പലർക്കും അറിയാൻ വഴിയില്ല. ക്ലൈമാക്സിന് മുന്നോടിയായുള്ള കല്യാണ വീട്ടിലെ ബഹളത്തിനും അടിക്കുമൊക്കെ തൊട്ട് മുൻപ് കല്യാണ വീട്ടിലേക്ക് എത്തുന്ന ഒരു അതിഥിയുടെ വേഷത്തിലാണ് അദ്ദേഹം സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ജസ്റ്റ് ഒരു ഷോട്ടിൽ പാസ് ചെയ്തു പോകുന്ന മമ്മൂട്ടി. ഒരുപക്ഷെ ശ്രീനിവാസനും പ്രിയദർശനും മോഹൻലാലും ഒക്കെ ആയിട്ടുള്ള ഒരു സൗഹൃദത്തിന്റെ പേരിൽ ആ വഴി പോയപ്പോൾ വെറുതെ ഒന്ന് വന്നു പോയതാകാം അദ്ദേഹം. ആ സീന് കാണുമ്പോൾ അങ്ങനെ തോന്നും. ഇതിലെ മറ്റൊരു കൗതുകം എന്താന്ന് വെച്ചാൽ ശ്രീനിവാസനായിരുന്നു ഈ സീനിൽ മമ്മൂട്ടിക്ക് വേണ്ടി ശബ്ദം നൽകിയത്. എന്റെ പൊന്നു ചേട്ടാ, അന്തസ്സും പാരമ്പര്യവും ഒക്കെ ഞാൻ സൗകര്യം പോലെ ഒരു ദിവസം വന്ന് കേട്ടോളാം, ഇപ്പൊ ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ എന്ന ഒറ്റ ഡയലോഗും പറഞ്ഞ് ചാടിത്തുള്ളി അകത്തേക്ക് കയറിപ്പോകുന്ന മമ്മൂക്ക ഇന്ന് ഈ സിനിമ ഇങ്ങനെ കണ്ടുവരുമ്പോൾ വലിയൊരു സർപ്രൈസ് തന്നെയാണ്. പുള്ളിയുടെ ബോഡി ലാംഗ്വേജും ആറ്റിറ്റ്യൂഡും ഒക്കെ കിടുവാണ് ഈ ഒരു സീനിൽ. നല്ലപോലെ ഇളക്കി അഭിനയിച്ചിട്ടുള്ളൊരു പോക്ക്. 7. വൺ വേ ടിക്കറ്റ്. കടുത്ത മമ്മൂട്ടി ആരാധകനായ നായകന്റെ ജീവിതമായിരുന്നു 2008 റിലീസ് ചെയ്ത വൺ വേ ടിക്കറ്റ് എന്ന സിനിമയിൽ പറഞ്ഞത്. ജീപ്പ് ഡ്രൈവറായ നായകൻ കുഞ്ഞാപ്പുവായി എത്തിയത് പൃഥ്വിരാജായിരുന്നു. കടുത്ത ഒരു മമ്മൂട്ടി ഫാനായാണ് പൃഥ്വി ഈ സിനിമയിൽ എത്തുന്നത്. ബിപിൻ പ്രഭാകർ സംവിധാനം ചെയ്ത സിനിമയിലെ നായിക ഭാമയായിരുന്നു. നായകന്റെ പഠിത്തം ശ്രദ്ധിക്കുന്ന, ഫാനിന്റെ വെള്ളമടി നിർത്തിക്കാൻ കൊണ്ടോട്ടിയിലെ എല്ലാ ബാറുകളിലും ഓരോന്നായി വിളിച്ച് അവന് മദ്യം കൊടുക്കരുത് എന്ന് പറയുക, ഗൾഫിലുള്ള ഒരു ഫാനിന്റെ അളിയന് വേണ്ടി കാശ് കടം കൊടുക്കുക, ഇത്തരം ജോലികളാണ് ഈ സിനിമയിൽ മമ്മൂക്കയ്ക്കുള്ളത്. മാത്രമല്ല സിനിമാ സെറ്റിൽ ചിപ്സും മുറുക്കും ഒക്കെ ആയി വരുന്ന ഫാൻസിനെ അവർ കേൾക്കാതെ പുകഴ്ത്തി പറയുകയും എന്നാൽ അവരോട് നേരിട്ട് കാണുമ്പോൾ വഴക്ക് പറയുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്നേഹനിധിയായ വല്യേട്ടനാണ് മമ്മൂക്ക. ചിത്രത്തിലെ നായകൻ വലിയ പ്രശ്നങ്ങൾക്കിടയിലാകുമ്പോൾ ആരാധകനെ രക്ഷപ്പെടുത്താൻ ഒടുവിൽ സൂപ്പർ താരം തന്നെ നേരിട്ട് അവതരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വന്ന് മാസ് ഡയലോഗ് അടിച്ച് ലാ പോയിന്റുകളൊക്കെ നിരത്തി നായകനെ ഇറക്കിക്കൊണ്ടുപോകുന്ന
പഴയ വക്കീൽ കൂടിയായ സൂപ്പർ താരം മമ്മൂട്ടി. സംഭവമൊക്കെ കൊള്ളായിരുന്നു, എങ്കിലും പടം മൊത്തത്തിൽ പോക്കായിരുന്നുകൊണ്ട് ഇതൊന്നും അധികം ആരും കാണാതെ രക്ഷപ്പെട്ടു. 8. ബെസ്റ്റ് ഓഫ് ലക്ക്. ആസിഫ് അലി, റിമ കല്ലിങ്കൽ, അർച്ചന കവി, കൈലാഷ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി MA നിഷാദ് ഒരുക്കിയ സിനിമയാണ് ബെസ്റ്റ് ഓഫ് ലക്ക്. 2010 പുറത്തിറങ്ങിയ ചിത്രത്തിൽ പ്രഭു, ഉർവശി എന്നിവരും നിർണായക വേഷത്തിലെത്തുന്നുണ്ട്. ധൂർത്തനായ ഒരു യുവാവ് സൂര്യയുടെയും സുഹൃത്തുക്കളുടെയും കഥയാണ് ബെസ്റ്റ് ഓഫ് ലക്ക് പറയുന്നത്. ഫഹദ് ഫാസിൽ, ജോണി ആന്റണി, മുകേഷ് എന്നിവർക്കൊപ്പം മമ്മൂട്ടിയും ചിത്രത്തിൽ അതിഥി താരമായി എത്തുന്നു. ആസിഫ് അലിയുടെ മനു എന്ന കഥാപാത്രത്തിന്റെ സിനിമയ്ക്കായുള്ള കഥ കേട്ട് ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടി മനുവിന്റെ സിനിമ ചെയ്യാമെന്ന് വാക്ക് നൽകുന്നു. കൂടാതെ ചിത്രം ശുഭപര്യാപ്തമായി അവസാനിക്കുന്നിടത്തും മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇക്കടെ ഏറ്റവും മോശം ലുക്കുകളിലൊന്ന് നമുക്ക് ഈ സിനിമയിൽ കാണാം. എന്തായാലും പണം തിയേറ്ററുകളിൽ ഡിസാസ്റ്ററായി. തനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഈ സിനിമ എന്ന് പിൽക്കാലത്ത് സംവിധായകൻ തന്നെ പറയുകയും ഉണ്ടായി. 9. 18-ാം പടി. ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത് 2019 റിലീസായ ചിത്രമാണ് 18-ാം പടി. 90കളുടെ അന്ത്യത്തിലാണ് കഥ നടക്കുന്നതെങ്കിലും സമകാലീന വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും അതിൻ്റെ പോരായ്മകളെയും ചിത്രത്തിൽ കാട്ടുന്നു. ക്ലാസ് മുറിയിലെ ചുമരുകൾക്കുള്ളിൽ നിന്നല്ല അനുഭവങ്ങളും സമൂഹവുമാണ് അറിവ് സമ്പാദിക്കാനുള്ള ഉചിതമായ സ്ഥലമെന്ന് ഒരുപറ്റം ചെറുപ്പക്കാരെ പഠിപ്പിക്കാനായാണ് സംവിധായകൻ ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ കൊണ്ടുവന്നിരുന്നത്. പൃഥ്വിരാജ്, ആര്യ, ഉണ്ണി മുകുന്ദൻ എന്നിങ്ങനെ ഒത്തിരി പേർ ഗസ്റ്റ് റോളുകളിൽ വന്ന 18-ാം പടിയിൽ ജോൺ എബ്രഹാം പാലക്കിലായാണ് മമ്മൂട്ടി എത്തിയത്. 20ഓളം നവാഗതരായ യുവതാരങ്ങളാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ പടത്തിനൊരു ബൂസ്റ്റിങ്ങും പ്രൊമോഷനും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാകാം ഇത്രയധികം സൂപ്പർ താരങ്ങളെ അതിഥി വേഷങ്ങളിൽ എത്തിച്ചത്. എന്തായാലും മമ്മൂക്കയുടെ ലുക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നെങ്കിലും പടം വലിയൊരു വിജയമൊന്നും ആയില്ല. ഒരു ആവറേജ് പടവും ഇത്രയും താരങ്ങളുടെ സാന്നിധ്യമൊക്കെ കൊണ്ട് വലിയ തട്ടുകേടുകളില്ലാതെ പോയൊരു സിനിമ. മുടി നീട്ടി വളർത്തി പിന്നിൽ കെട്ടിയ മമ്മൂക്കയുടെ ലുക്കല്ലാതെ അദ്ദേഹത്തിൻ്റെതായ വേറെ യാതൊന്നും ഈ സിനിമയിൽ ഓർത്തിരിക്കാൻ ഉണ്ടായില്ല. 10. നമ്പർ 20 മദ്രാസ് മെയിൽ. ശരിക്കും ഇത് മമ്മൂക്കയുടെ ഒരു എക്സ്റ്റെൻഡഡ് കാമിയോ റോൾ ആണെങ്കിലും സിനിമയുടെ കഥാഗതിയിൽ വളരെയേറെ പ്രാധാന്യമുള്ള കഥാപാത്രമായിരുന്നു മമ്മൂട്ടിയുടേത്. സൂപ്പർ താരം മമ്മൂട്ടിയായി തന്നെയാണ് അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മോഹൻലാലിനൊപ്പമുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ ഇന്നും മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമാണ്. ജോഷി സംവിധാനം ചെയ്ത നമ്പർ 20 മദ്രാസ് മെയിലിൽ മോഹൻലാലും ജഗദീഷും മണിയൻപിള്ള രാജുവും ഒക്കെ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് മമ്മൂട്ടി ഗസ്റ്റ് റോളിൽ എത്തിയ സിനിമകൾ. ഇനിയും ഇത്തരത്തിലുള്ള ഗസ്റ്റ് റോളുകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. വീഡിയോയിൽ പറഞ്ഞതിൽ ഏത് ഗസ്റ്റ് റോളാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായതെന്നും കമന്റ് ചെയ്യുക. ഇതുകൂടാതെ മലയാള സിനിമയിലെ ട്രെൻഡ് സെറ്റേഴ്സ് എന്നൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. കൂടാതെ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും പൃഥ്വിരാജിൻ്റെയും വിജയുടെയും ദിലീപിൻ്റെയും ജയറാമിൻ്റെയും സൂര്യയുടെയും ഒക്കെ ഡ്രോപ്പായ ചിത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പരാജയപ്പെട്ട പരീക്ഷണ സിനിമകൾ, മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്ത തമിഴ് സിനിമകൾ, പേര് മാറ്റിയ താരങ്ങൾ, എഡിറ്റിങ്ങിൽ മുറിച്ചു മാറ്റിയ ആരും കണ്ടിട്ടില്ലാത്ത പ്രകടനങ്ങൾ എന്നിങ്ങനെ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അവയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇത്തരം വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.